പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്ന് പറയാനുള്ള ഒരു അർഹതയോ അതിനുള്ള അധികാരമോ എനിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത്തരത്തിൽ ഒരു പരിപാടി പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. പാർട്ടി അങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. 18 ലക്ഷത്തോളം മെമ്പർമാരുണ്ട് പാർട്ടിക്കകത്ത്. ഈ 18 ലക്ഷത്തോളം മെമ്പർമാര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പാർട്ടി അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പാർട്ടിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റും. പിന്നെ ഈ കാര്യം ചോദിച്ച ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒരു പൊതുജന പ്രസ്ഥാനത്തിനോ ഒരു ബഹുജന പ്രസ്ഥാനത്തിനോ ആളുകളെ പറ്റിക്കാം എന്നുള്ളതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. പിന്നെ മലയാളികളാണെങ്കിൽ പറ്റിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനത വേറെ ലോകത്തില്ല. അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാൻ പാടില്ല. 1,35,000 രൂപ വിലയുള്ള സ്കൂട്ടർ നിങ്ങൾക്ക് 63,500 രൂപക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ഇതിലെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാവുന്നില്ലല്ലോ. കാരണം ബാക്കി 63,500 രൂപ എവിടെ നിന്ന് വരും? ആര് കൊടുക്കും? അതിന് പറയുന്ന എന്ത് ന്യായീകരണം പറഞ്ഞാലും ഏതെങ്കിലും ഒരു കമ്പനിക്കാര് ഇത്രയും പകുതി വിലക്ക് കൊടുക്കുക? കൊടുക്കില്ല. ഏതെങ്കിലും ഒരു ഏജൻസി പകുതി വിലക്ക് കൊടുക്കുക? കൊടുക്കില്ല. അപ്പോ 65,000 രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ, 63,500 രൂപ, 1,35,000 രൂപ വിലയുള്ള സ്കൂട്ടർ 63,500 രൂപക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നതിൽ തന്നെ ഒരു തട്ടിപ്പ് അന്തർലീനമാണ്. കാരണം അത് ഒരാൾക്കും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. പാർട്ടി എന്തുകൊണ്ടത് സ്വീകരിക്കില്ല എന്ന് വെച്ചാൽ, ഒന്ന്, അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിക്കുണ്ടെങ്കിൽ പാർട്ടി അതിന്റെ ഒരു സംവിധാനത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രവുമല്ല, ഏതെങ്കിലും കുറച്ചു പേർക്ക് മാത്രമായിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ? പാർട്ടി കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഈ പറഞ്ഞ റേറ്റിന് സ്കൂട്ടർ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ത്രീകളിലും ഒരു പ്രത്യേക സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ട എല്ലാവർക്കും കൊടുക്കണ്ടേ? അതുകൊണ്ട് പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പാർട്ടിയുടെ ഒരു കാര്യകർത്താവ് എന്ന നിലക്ക് എനിക്കത് ഉറപ്പുണ്ട്. പാർട്ടി ഇങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയിലെ നേതാക്കളെതിരെ അടക്കം ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ആർക്കെതിരെ ആരോപണം? അത് എൻ രാധാകൃഷ്ണനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എൻ രാധാകൃഷ്ണനോട് ചോദിക്കണം. കാരണം എൻ രാധാകൃഷ്ണൻ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി ഉചിതമായ നടപടിയെടുക്കും. നിങ്ങൾ എന്തായി പറയുന്നത്? മനുഷ്യനെ തട്ടിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പെർമിറ്റ് ചെയ്യാൻ പറ്റുമോ? അനുവദിക്കാൻ പറ്റുമോ? നിങ്ങൾ പോയിട്ട് തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വിടാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകരോ പാർട്ടി നേതാക്കളോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കും. അതിലൊന്നൊരു തർക്കവും വേണ്ട. അതിന് പാർട്ടിക്ക് സംവിധാനമുണ്ട്. അങ്ങനെയാണ് ഈ പാർട്ടി വളർന്ന് വികസിച്ച് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറിയത്. അതിന് വളരെ കർശനമായ അച്ചടക്ക വ്യവസ്ഥകളുണ്ട്. കുറച്ചുകൂടി ജാഗ്രത വേണ്ടതല്ലേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1,00,000 രൂപയുടെ സ്കൂട്ടർ 50,000 രൂപയ്ക്ക് തരാമെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു തട്ടിപ്പുണ്ടെന്ന് സാധാരണക്കാർ ചിന്തിച്ചില്ലെങ്കിൽ പോലും നേതാക്കൾ ചിന്തിക്കണ്ടേ? അല്ല, നേതാക്കൾ മാത്രമല്ല, സാധാരണക്കാരും അങ്ങനെ തന്നെ ചിന്തിക്കണം. കാരണം എന്താ, ഈ വരുന്നവൻ തട്ടിക്കാൻ വേണ്ടി, തട്ടിപ്പുണ്ടാക്കാൻ വേണ്ടി വരുന്നവനാണെന്ന് നേതാക്കളും മാത്രമല്ല, ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സാധാരണക്കാരും ചിന്തിക്കണം. കാരണം മലയാളി ഈ പറ്റിക്കപ്പെട്ടിരിക്കുന്ന രീതി ആട് തേക്ക് മാഞ്ചിയം വന്നു മലയാളി പോയി. പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ പണം എന്നെ ഏൽപ്പിക്കൂ, 1 വർഷം കൊണ്ട് ഞാനത് ഇരട്ടിയാക്കി തരും എന്ന് പറയുകയാണ്. അതിന്റെ ഒരു ലോജിക്കില്ലായ്മ എന്താണെന്നറിയാമോ? എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പണിയെടുത്ത് പണം ഉണ്ടാക്കി എനിക്ക് തരും എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. ലോകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ട്? പണിയെടുത്ത് പണം ഉണ്ടാക്കുന്ന അവനവന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ? അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പണിയെടുത്ത് പണം ഉണ്ടാക്കി തരും എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പക്ഷേ മലയാളി എന്നും നിങ്ങൾ എടുത്തു നോക്കി, ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകിൽ സ്വർണത്തിന്റെ പേരില്, അല്ലെങ്കിൽ ഭൂമിയുടെ പേരില്. വേറൊരു തട്ടിപ്പ് എന്താന്ന് വെച്ചാൽ 25 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്ര രൂപക്ക് ഞാൻ
നിങ്ങൾക്കൊരു മകള് ജനിച്ചു, 20 വർഷം കഴിയുമ്പോൾ ഞാൻ ഇത്ര രൂപക്ക് നിങ്ങൾക്ക് സ്വർണം തന്നേക്കാം എന്നാണ് പറയുന്നത്. 20 വർഷം വരെ ഈ സ്ഥാപനം ഉണ്ടാകുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ചോദിക്കുന്നത്, ഈ നേതാക്കന്മാരുടെ അടക്കം പോസ്റ്റർ വെച്ചിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. പ്രധാനമായും എറണാകുളത്ത് നഗരത്തിലാണ് എൻ രാധാകൃഷ്ണന്റെ പോസ്റ്റർ വെച്ചിട്ടാണ് പലയിടത്തും പരിപാടി നടന്നിട്ടുള്ളത്. ചിലയിടത്തൊക്കെ ഇത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുമല്ലോ നേതാക്കന്മാർ. തീർച്ചയായിട്ടും നേതാക്കന്മാരുടെ അത്തരം പോസ്റ്ററുകൾ ഉപയോഗിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വേണം. കാരണം ഒരു തട്ടിപ്പാണ് എന്ന്, ഒരുപക്ഷെ അവർക്കിതൊരു തട്ടിപ്പാണെന്ന് ആദ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതായിരിക്കും അവരങ്ങനെ ചെയ്തേക്കണം. ഈ പോസ്റ്ററിൽ പടം വെക്കുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ കേരളം മുഴുവനും പല പരിപാടികൾക്ക് രാഷ്ട്രീയമല്ലാത്ത, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ അതല്ലാതെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പരിപാടികളിൽ പോയി പ്രസംഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ചെല്ലുമ്പോൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2, 3 മറ്റെന്താണ് ഫ്ലക്സ് വെച്ചിട്ടുണ്ടാകും. അതിൽ എനിക്കൊരു പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ ഫോട്ടോ എന്നോടൊപ്പം വെച്ചിട്ടുണ്ടാകും. ആ ഫ്ലക്സിൽ ഫോട്ടോ വന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരാൾ അതിൽ ഉത്തരവാദിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫ്ലക്സ് വെക്കുന്ന അയാളല്ലല്ലോ, വേറൊരാളാണ്. അപ്പൊ ഫ്ലക്സിൽ എങ്ങനെ ഫോട്ടോ വന്നു എന്നുള്ള കാര്യത്തിൽ എന്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയാനേ പാടില്ല. ഇപ്പോൾ ഈ ആരോപണം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിൽ നടപടി വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും കുറ്റക്കാർക്കെതിരെ അല്ല, ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി ആര് ചെയ്തിട്ടുണ്ടെങ്കിലും പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിലൊരു മാറ്റവുമില്ല. നിയമത്തിന്റെ വഴിക്ക് പോകണം. പാർട്ടിയുടെ അച്ചടക്ക നടപടി അങ്ങോട്ട് പോകും. പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അഴിമതിയുടെ ഒരു നിഴൽ സ്പർശം പോലും ഏൽക്കാതെ 10-25 കൊല്ലക്കാലം അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിഹരിച്ച ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ആ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിക്കാരനായിരിക്കെ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. പാർട്ടി സംവിധാനം അല്ല, നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിലേക്ക് പോകുമ്പോഴേ ഒരു കാര്യം, വ്യക്തികൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുന്നതിന് പാർട്ടിക്കൊരു സംവിധാനമില്ല. കാരണം ഓരോ വ്യക്തികളെ വിശ്വസിക്കുക എന്നൊരു നയമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു അംഗമായിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നയപരിപാടികൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും എന്നേ പാർട്ടിക്ക് കരുതാൻ കഴിയും. ആ വിശ്വാസത്തിലാണ് പാർട്ടി എല്ലാവരും എടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഒരാളെ എടുക്കുമ്പോൾ തന്നെ അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കരുതി നടക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. അതിപ്പോ നിങ്ങളുടെ സ്ഥാപനത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ആളുകളെ എടുത്തു വെക്കുമ്പോൾ അവർക്ക് കഴിവുണ്ട് എന്നൊരു വിശ്വാസത്തിലല്ലേ എടുത്തു വെക്കുന്നത്. ചിലർ പണിയെടുക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് പിന്നീട് ചെയ്യേണ്ട കാര്യമാണ്. എൻ രാധാകൃഷ്ണന്റെ പേരല്ല നിങ്ങൾ പറയണത്. നിങ്ങൾ പറയണത് എല്ലാ BJP പ്രവർത്തകർക്കും ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത വേണം. രാധാകൃഷ്ണന്റെ മാത്രം പ്രശ്നമല്ല അത്. രാധാകൃഷ്ണൻ അങ്ങനെ ഒരു ജാഗ്രത കുറവുണ്ടായോ എന്ന് എനിക്കറിയില്ല. കാരണം അത് രാധാകൃഷ്ണൻ ഈ മാധ്യമങ്ങളിൽ വിശദീകരിച്ചു കഴിഞ്ഞാലേ നമുക്കതറിയാൻ കഴിയുള്ളൂ. അതെനിക്കറിയില്ല. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ. നിങ്ങൾക്ക് വളരെ സുപരിചിതനല്ലേ അദ്ദേഹം അങ്ങനെ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നും ഒന്നും ഒഴിഞ്ഞു മാറുന്ന ഒരാളല്ലല്ലോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ. അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പം ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അല്ല, അത് എല്ലാ പൊതുപ്രവർത്തകരും വിശദീകരിക്കേണ്ടതാണ്. പൊതുപ്രവർത്തകർക്ക് മാത്രമുള്ള ബാധ്യതയുണ്ട്, എല്ലാ ജനങ്ങൾക്കുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. പൊതുപ്രവർത്തകർക്ക് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് പെരുവഴിയിൽ നിന്ന് ഉത്തരം പറയേണ്ടി വരും. വേറെ ആർക്കും ആ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇപ്പൊ നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അത് എന്റെ സ്ഥാപനം നോക്കിക്കോളൂ എന്ന് പറയാം. പക്ഷെ പൊതുപ്രവർത്തകർക്ക് അങ്ങനെയല്ല. പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞാൽ അവര് പെരുവഴിയിൽ ജനങ്ങൾ ചോദിക്കുമ്പോൾ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ടോ വിഷയം? ഇല്ല, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ച് ഇനിയിപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയാനുണ്ട്. ആ സംസ്ഥാന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം പുതിയ പാർട്ടി കമ്മിറ്റികൾ നിലവിൽ വന്നു. അതിനൊക്കെ ശേഷം മാത്രമല്ലേ പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും കഴിയൂ. അതിനു മുമ്പ് അതൊന്നും സാധിക്കില്ലല്ലോ.
നേതാക്കൾക്കിടയിൽ ഇങ്ങനെ ചർച്ച ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയം? നേതാക്കൾക്കിടയിൽ എന്നല്ല, പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവരും അത് ശ്രദ്ധിക്കും, എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ ആരെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കാനായിട്ട് സാധ്യമല്ല.